എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മതമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെയാണ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്യുന്നത്, അല്ലേ? അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതെല്ലാം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഹിന്ദുക്കളെ ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്ന ചില പ്രത്യേക മതവിഭാഗങ്ങളുണ്ട്. അവർക്കെതിരെ ഞാൻ ശക്തമായ ഭാഷയിൽ ഞാൻ പ്രതികരിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇനി ഒരു വിട്ടുവീഴ്ചയില്ല. പ്രത്യേകിച്ചും മുസ്ലിം സഹോദരങ്ങൾ ജാഗ്രത. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നൊരു വാർത്തയെന്ന് വെച്ചാൽ ഹിന്ദുക്കളെ ഇങ്ങനെയും മാനസികമായിട്ട് വേദനിപ്പിക്കുന്നതിന് നിങ്ങളോട് എന്ത് തെറ്റാണ് ഈ പാവം ഹൈന്ദവർ ചെയ്തത്? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്ത് തെറ്റാണ് ചെയ്തത് സഹോദരങ്ങളെ? തെറ്റ് ശരിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്കൊക്കെ വരാം. എന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രം, കാവ്, കുളം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ സ്വപ്നത്തിലെ ഏറ്റവും നല്ല സ്വപ്നങ്ങളാണ് ഈ കാവ്, കുളം, ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതെല്ലാം വെറുതെ പറഞ്ഞതാട്ടോ. ആരും പെട്ടെന്ന് ഇവക്കിത് എന്ത് പറ്റി, ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊന്നും ചിന്തിക്കേണ്ട. വെറുതെ ഒരു ഷോക്കാവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്കതൊക്കെ കേട്ടപ്പോൾ ഷോക്കായിട്ട് ഫീൽ ചെയ്തോ? അറിയില്ല. അങ്ങനെ ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ വെറുതെ ജോക്ക് പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ക്ഷമിക്കുക, വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ വന്ന ഒരു ലേറ്റസ്റ്റ് ഒരു ന്യൂസാണ്. എന്തായാലും ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും അത് ഒന്ന് കേട്ടിട്ട് വരൂ. കഴിഞ്ഞ മാസം വരെ പൂജാ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രമാണ്. ആയില്യത്തിന് ഒരു പോറ്റി വരും, പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ അറിയുന്നില്ല, ഇതിനകത്തിരുന്ന വിഗ്രഹം സാധനങ്ങളെല്ലാം ഇവർ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ നാട്ടിലുള്ള ഒരാൾ ഞങ്ങളെ അറിയിച്ച് ഇതേപോലെ ക്ഷേത്രത്തിൽ മരം മുറിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ കാവില് പൂജയ്ക്കും കാര്യങ്ങൾക്കും ആയില്യത്തിനും എല്ലാം തന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇത് തൊട്ടടുത്ത ഒരു വസ്തു അയാൾ ബിസിനസ്സിന് വേണ്ടിയിട്ട്, റിയൽ എസ്റ്റേറ്റ് ആണ്. കണ്ടില്ലേ അവിടെ സെൻട്രൽ ഭാഗത്തായിട്ട് കാണുന്നതുണ്ടല്ലോ, അതാണ് ഈ നാഗങ്ങൾ ഇരിക്കുന്ന പീഠമാണ്. നാഗങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു പീഠമാണ് ആ കാണിക്കുന്നത്. പുള്ളിക്ക് ഈ കാവിരിക്കുന്നത് കൊണ്ട് ആ വസ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുള്ളി ഈ കാവിനെ ആരും അറിയാതെ ഇവിടെ ഇരുന്ന പ്രതിഷ്ഠകൾ മാറ്റി പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും ഇപ്പോൾ വന്ന് ഈ മരങ്ങൾ മൊത്തം മുറിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറയും ഇവിടെ പൂജാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങളിപ്പം ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഇനി അടുത്ത് വരുന്ന പൂജാ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ നിൽക്കുക. കാവും പരിസരവും അവിടുത്തെ വിഗ്രഹം ഇപ്പോൾ ഇവിടെ കാണാനില്ല. ആ വിഗ്രഹം ഇവിടുത്തെ ഒരു സ്ഥലമോഹിയായ എന്ന് തന്നെ പറയാം. ഈ സ്ഥലം കൈയടക്കാൻ, ഈ സ്ഥലം അന്യാധീനപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി മാറ്റിവെച്ചിരിക്കുകയാണ്. കാച്ചാണി ചക്കക്കോണം കിഴാവുകോണം എന്ന പ്രദേശത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരു നാഗർ ക്ഷേത്രമുണ്ട്. വളരെ പുരാതനമായ ഒരു നാഗർ ക്ഷേത്രം. കാലാകാലങ്ങളായി ഇവിടുത്തുകാർ ആരാധിച്ചു പോകുന്ന ഒരു നാഗരകാവാണ് ഇത്. നിരീശ്വരവാദവും അതോടൊപ്പം സ്വത്തുമോഹവും ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്ന ഈ ക്ഷേത്ര പരിസരവും ഈ കാവും പരിസരവും. അവിടുത്തെ വിഗ്രഹം ഇപ്പോൾ ഇവിടെ കാണാനില്ല. ആ വിഗ്രഹം ഇവിടുത്തെ ഒരു സ്ഥലമോഹിയായ എന്ന് തന്നെ പറയാം. ഈ സ്ഥലം കൈയടക്കാൻ, ഈ സ്ഥലം അന്യാധീനപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ് ഈ വിഷയം എന്ന് നാണക്കേട്. എന്തുവാടേ ഇത്? ഈ വ്യക്തിക്ക് പേരില്ലേ? കുറേ നേരമുണ്ടേ നമ്മുടെ ഹൈന്ദവ സഹോദരൻ നിന്നങ്ങ് തിളച്ച് മറിയാണ്. പുള്ളിക്കാരന് എന്നാലും പേര് പറയാൻ പറ്റുന്നില്ല കേട്ടോ. പുള്ളി, ആ പുള്ളി, ഈ പുള്ളി, മറ്റേ പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വട്ടപ്പുള്ളിയാണോ? എൻ്റെ പൊന്നു മനുഷ്യരെ, നിങ്ങൾക്ക് എന്താ ഒരു മനുഷ്യൻ്റെ പേര് പറഞ്ഞ് സംസാരിക്കാൻ ഇത്രയ്ക്ക് പേടിയാണോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആണുങ്ങളല്ലേ? സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് ഇങ്ങനെ പേടിച്ച് ഊറികളെന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ ആണുങ്ങളായിട്ട് പോലും നിങ്ങൾക്ക് ഇത്രയ്ക്ക് പേടിയോ? ആ പുള്ളി അങ്ങനെ, ഈ പുള്ളി അങ്ങനെ. പുള്ളിക്ക് ഇദ്ദേഹം പറയുന്നൊരു സംഭവം, പുള്ളിക്ക് പിന്നെ ബിസിനസ്സുണ്ട്, പുള്ളിക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ ഈ പുള്ളിയുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന്
ചേർന്നാണ് ഈ നാഗരികാവ് സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിന്, ഇയാൾക്കുള്ള സ്ഥലത്തിന്, ഈ പുള്ളിയുടെ സ്ഥലത്തിന് വില വെക്കുന്നില്ല. ആരും ആ ഒരു പ്രോപ്പർട്ടി എടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം തൊട്ടടുത്ത് നാഗരികാവൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും, ഹൈന്ദവർക്ക് എല്ലാവർക്കും, വിശ്വാസമുള്ളവർക്കറിയാം, എല്ലാവർക്കും ഭയമായിരിക്കും നാഗരികാവിൻ്റെ തൊട്ടടുത്ത് വസ്തു വയ്ക്കാനായാലും വീട് വയ്ക്കാനായാലും വസ്തു വാങ്ങാനായാലും വീട് മേടിക്കാനായാലും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഭയമായിരിക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല, പിന്നീട് നാഗങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ട് എന്ന്. അത് ശരിക്കും അത് വെറും അന്ധവിശ്വാസമൊന്നുമല്ല, അത് സത്യസന്ധമായ കാര്യങ്ങളാണ്. കാരണം നാഗർക്ക് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ആയില്യൂട്ടൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ, ആയില്യ പൂജയ്ക്കൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് ആ ഒരു പിറ്റേ മാസം ആവുന്ന സമയത്തിന് ഒന്നുകിൽ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും നാഗങ്ങളെ കാണാൻ സാധിക്കും. അത് ഒരു അച്ചിട്ടായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, അത് കള്ളമൊന്നുമല്ല. പക്ഷേ അതുകൊണ്ടായിരിക്കണം ഇയാൾ കാണിച്ചൊരു അക്രമം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ ഇതേ കാണുന്നില്ലേ നിങ്ങൾ, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു അവിടെ നിൽക്കുന്നത്. അതും പോരാഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന നാഗങ്ങളുടെ പ്രതിഷ്ഠ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അയാളുടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് പറയാൻ പറ്റും, പക്ഷേ പുള്ളി എന്ന് മാത്രമേ ഇവർക്ക് സംബോധന ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നട്ടലില്ലാത്ത സമൂഹത്തെയാണ് കാണിക്കുന്നത് എന്ന് വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇവരെന്നും പറയാതെ വയ്യ. അതിനേക്കാളും ഭയങ്കര രസമെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കർമ്മ ന്യൂസിൻ്റെ അവതാരികയാണ് ഈ സംസാരിക്കുന്നത്. പുള്ളിക്കാരത്തി നല്ല വൃത്തിയായിട്ട് സ്ക്രീനിൻ്റെ മുന്നിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് മറിഞ്ഞാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം വന്നപ്പോൾ പുള്ളിക്കാരത്തിക്ക് പേര് പറയാൻ വയ്യ, ആളിന് പേരില്ല, ആ വ്യക്തി എന്നാണ് പുള്ളിക്കാരത്തി സംബോധന ചെയ്തിരിക്കുന്നത്. അത് വളരെ മോശകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇനി ഈ പറയുന്ന കക്ഷിക്ക് വീട്ടുകാർ പേരിടാൻ മറന്നതാണോ എന്നൊന്നും അറിയില്ല, ചിലപ്പോൾ അറിയാൻ പറ്റില്ല, തിരക്കിലായിരിക്കും. പാരൻസൊക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ പേരിടാൻ മറന്നു പോയതായിരിക്കും. അതുകൊണ്ടായിരിക്കും വ്യക്തിയെന്നോ പുള്ളിയെന്നോ, ഇനി പുള്ളി വ്യക്തി എന്നൊക്കെ പേരുണ്ടോ എന്തോ അറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കേട്ടിട്ട് വരാം. ഈ നാട്ടുകാരൻ കൂടിയായ ശ്രീ അജി നമ്മളോട് പറയുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഒരു കാവ്, തകർന്നു കിടക്കുന്ന ഒരു കാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേ ഇത് കലാകാലങ്ങളായി നിങ്ങൾ എല്ലാവരും ഈ നാട്ടുകാർ ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ്. എന്താണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം? ഈ ക്ഷേത്രത്തില് ഈ കഴിഞ്ഞ മാസം വരെ പൂജാ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രമാണ്. ആയില്യത്തിന് ഒരു പോറ്റി വരും, പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ ഈ വന്ന ആയില്യത്തിന് ഇവർ വന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വസ്തുക്കാരൻ്റെ അമ്മ പറഞ്ഞു ഇവിടെ പൂജയ്ക്ക് വരണ്ട എന്ന് പറയാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ അറിയുന്നില്ല, ഇതിനകത്തിരുന്ന വിഗ്രഹം സാധനങ്ങളെല്ലാം ഇവർ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ നാട്ടിലുള്ള ഒരാൾ ഞങ്ങളെ അറിയിച്ച് ഇതേപോലെ ക്ഷേത്രത്തിൽ മരം മുറിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ അതായത് എല്ലാ ആയില്യത്തിനും അവിടെ ക്ഷേത്രത്തിൽ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്, ആയില്യൂട്ടൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഇത്തവണ ചെല്ലുന്ന സമയത്ത് അയൽവാസിയായിട്ട്, അതായത് ഈ കാണിക്കുന്ന പേരില്ലാത്ത പുള്ളി എന്ന് പേരുള്ള ആളിൻ്റെ അമ്മ പറഞ്ഞു ഇനി അങ്ങോട്ട് ക്ഷേത്രത്തിലേക്കൊന്നും വരണ്ട, അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇന്നണക്കൊക്കെയാണ് എന്നുള്ള കാര്യം, അവിടെ വിഗ്രഹങ്ങളൊന്നും ഇല്ല, എല്ലാം പുള്ളി എന്ന് പറയുന്ന തൻ്റെ മകൻ അറിഞ്ഞു മാറ്റിക്കൊണ്ട് പോയ കാര്യമൊക്കെ ആയിരിക്കണം അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഉള്ള കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് അറിയാൻ സാധിച്ചത്. മറ്റൊന്നുമല്ല, മറ്റൊരാൾ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് മരം ഇതുപോലെ മുറിക്കപ്പെട്ടിരിക്കുന്നു, മുറിച്ചു കൊണ്ട് പോകുന്നു എന്നുള്ള ആ ഒരു സംഭവം കൂടി അറിയിച്ചിരിക്കുകയാണ്. ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിക്കണ്ടു. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ കാവില് പൂജയ്ക്കും കാര്യങ്ങൾക്കും ആയില്യത്തിനും എല്ലാം തന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇത് തൊട്ടടുത്ത ഒരു വസ്തു അയാൾ ബിസിനസ്സിന് വേണ്ടിയിട്ട്, റിയൽ എസ്റ്റേറ്റ് ആണ്, അതിന് വേണ്ടിയിട്ടിരുന്ന പുള്ളിക്ക് ഈ കാവിരിക്കുന്നത് കൊണ്ട് ആ വസ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുള്ളി ഈ കാവിനെ ആരും അറിയാതെ ഇവിടെ ഇരുന്ന പ്രതിഷ്ഠകൾ മാറ്റി പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും ഇപ്പോൾ വന്ന് ഈ മരങ്ങൾ മൊത്തം മുറിക്കുകയും ചെയ്തു. അപ്പം ഇതിനെ ഞങ്ങൾ നാട്ടുകാർ ഇതറിഞ്ഞ് ആ സമയം തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ചേർത്തു. അരുവിക്കര പോലീസിൽ ഞങ്ങൾ പരാതി വിളിച്ചു പറഞ്ഞു. പുള്ളി ഇവിടെ വന്നു, പുള്ളി നിർത്താൻ പറഞ്ഞു, അങ്ങനെ നിർത്തി. പിന്നെ ഇത് വർഷങ്ങളായി ഇത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ സ്ഥലമായിരുന്നു. അത് നമ്മുടെ പൊതു ക്ഷേത്രത്തിന് വേണ്ടിയാണ് ഇത് ആരാധിക്കാൻ വേണ്ടി മാറ്റിയിട്ടിരുന്ന 20 സെൻറ്റ് സ്ഥലമാണ്. ഇപ്പം ആ 20 സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾ കോടതികളും കാര്യങ്ങളെല്ലാം പോയിട്ട് ഇപ്പം ഇതിൽ 10 സെൻറ്റ് സ്ഥലം മാത്രമേ നിലവിലുള്ളൂ. ബാക്കി കംപ്ലീറ്റ് സ്ഥലം പുള്ളി കയ്യേറി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം എടോ മീശയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുള്ളി എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തനിക്ക് നാണാവുന്നില്ലേ? ഇവിടെ താൻ ഒരു തവണയെങ്കിലും ആ പുള്ളി എന്നുള്ള ആ ഒരു ഇതങ്ങ് കളഞ്ഞിട്ട് അയാളുടെ പേര് പറ.
എന്താ തനിക്ക് പേര് പറയാൻ ഇത്ര നാണക്കേട്? എന്താ പുറത്ത് പറയാൻ കൊള്ളാത്ത പേര് വല്ലതുമാണോ അയാൾക്കുള്ള? വല്ല കവലച്ചട്ടമ്പീന്ന് അങ്ങനെ ആണോ പേര്? അങ്ങനൊന്നും ആവില്ല. എന്തായാലും എന്ത് തന്നെയാണെങ്കിലും ഇനി അഥവാ ഇനി അയാൾക്ക് പുള്ളീന്ന് തന്നെയാണോ പേരെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും വളരെ മോശമായിട്ടുണ്ട് കേട്ടോ. താനൊക്കെ വന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് 3-4 അജാനബാഹുവായ ചെറുപ്പക്കാരന്മാർ വന്നിട്ട് ഒരു ആണാപ്പറന്നവൻ്റെ പേര് പറയാതെ പുള്ളി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാടേ ഇത്? പക്ഷെ നീയൊക്കെ ധൈര്യമായിട്ട് പേര് പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നു വല്ല അദ്രമാനെന്നോ കോയെന്നോ കാസിമെന്നോ വല്ല അതുപോലെയൊക്കെയുള്ള പേരുകളൊക്കെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ നെഞ്ച് വിരിച്ച് നിന്ന് നിങ്ങളൊക്കെ പറഞ്ഞാന് ജിഗാദി സംഘങ്ങൾ, അദ്രമാൻ, കോയ, ദേ വന്നു നമ്മുടെ എന്താണ് നമ്മുടെ ഇതുപോലെ നമ്മുടെ കാവ് നശിപ്പിച്ചു, കുളം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാനേ നമ്മുടെ അവതാരികയ്ക്കാണെങ്കിലുണ്ടല്ലോ നല്ല സ്പിരിറ്റ് ആയാനെ, നല്ല ഊർജ്ജത്തോടു കൂടി പറഞ്ഞാനേ ദാ കോയ വന്നിരിക്കുന്നു, കോയ വന്ന് നമ്മുടെ എന്താണ് നമ്മുടെ ക്ഷേത്രം വെട്ടിത്തെളിച്ചിരിക്കുന്നു, ഹൈന്ദവരെ നമ്മൾ ഉണരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അവതാരികയും നന്നായിട്ട് നിന്ന് കത്തി നിന്നാനെ. എന്ത് തന്നെയാണെങ്കിലും ഇത് ഈ പാതകം ചെയ്ത ആളിൻ്റെ പേര് കോയ എന്നൊന്നും അല്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ വല്ലതും ആയിരുന്നുവെങ്കിൽ ഇവർ പൊടുപ്പും തൊങ്ങലും വെച്ച് ഇവർ അങ്ങ് പറഞ്ഞ് ഇതാക്കിയാനെ, ഏറിലാക്കിയാനെ ഈ സംഭവങ്ങളെല്ലാം കൂടി പറഞ്ഞിട്ട് മറ്റ് മീഡിയക്കാരൊക്കെ അത് നന്നായിട്ട് ഏറ്റെടുത്ത് ആസ്വദിക്കുകയും ചെയ്താനെ. പക്ഷേ എന്തായാലും പേര് കോയാന്നല്ല എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ഒരു പുള്ളിയാണിത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ നാട്ടുകാർ ശക്തമായിട്ട് ഇതിനെതിരെ വന്നു. കോടതിയുടെ പേപ്പറും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അരുവിക്കര സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റും ഞങ്ങൾ അരുവിക്കര സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഇപ്പം പുള്ളിക്ക് ഇത് എങ്ങനെയെങ്കിലും വിൽക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ക്ഷേത്രത്തിനകത്തൂടെയാണ് ഈ വഴി ഇട്ടിരിക്കുന്നത്. പുള്ളിക്ക് ഇതിലെ വഴിയില്ല. ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിനും വഴി ഇതിലെ ഒരു നടന്നു വരുന്ന വഴി മാത്രമേ ഉള്ളൂ. ഇത് തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാരനാണ് ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഈ വഴി പുള്ളിയുടെ വസൂലിൽ കൂടി നമുക്ക് തന്നത്. മറ്റൊരാൾക്ക് റിയൽ എസ്റ്റേറ്റിന് വേണ്ടി തന്നിട്ടില്ല. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ വെട്ടിയടയ്ക്കും, ക്ഷേത്രത്തിനല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെട്ടിയടയ്ക്കും. പക്ഷേ ഈ ക്ഷേത്രം ഞങ്ങൾക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റൂല. വർഷങ്ങളായി ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറയും ഇവിടെ പൂജാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങളിപ്പം ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അടുത്ത് വരുന്ന പൂജാ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാനിരിക്കുക. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലുള്ള പൂജകൾ മുടക്കുക, അമ്പലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് ഇപ്പോഴും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ്. അങ്ങനെ എന്തെങ്കിലും ബന്ധം ഈ വിഷയത്തിലുണ്ടോ? അല്ല, ഇത് രാഷ്ട്രീയത്തിന്റെ ബന്ധമുണ്ട്. രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് CPM-ന്റെ ഉന്നതതല ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഇതിവിടെ ചെയ്തത്. ഇല്ലെങ്കിൽ ഇതിവിടെ നടക്കൂല. അപ്പോൾ പിന്നെ അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പാർട്ടിക്കാരുടെയൊക്കെ കേസ് കിട്ടാണെങ്കിൽ പേര് പറയാൻ പേടിക്കും. പ്രത്യേകിച്ചും CPM പോലുള്ള ഒരു പാർട്ടിയിൽ പെടുന്ന ആളുകൾക്കുള്ളതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എങ്കിൽ അത് ആ ഒരു പേടി ഉണ്ടായിരിക്കും കേട്ടോ. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകളൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോയാമാരും ഒക്കെ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ വെറുതെ വലിച്ചിഴച്ചതിൽ നിങ്ങൾ ക്ഷമിക്കുക. സംഭവം ഇതൊന്നും അല്ല. പാർട്ടിക്കാരിടപെട്ട കേസും പ്രത്യേകിച്ചും നമ്മുടെ ആരാണ് CPM-ൻ്റെ ആളുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ സഹോദരന്മാർ പേര് പറയാൻ മടിച്ചിട്ട് ഒരു പുള്ളി എന്നുള്ള വട്ടപ്പേരിട്ട് അവരെ വിളിച്ചത്, സംബോധന ചെയ്തത്. അപ്പോൾ ഇവരുടെ എന്താണ് മാനസികാവസ്ഥയെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ ഇനി കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻ്റൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ പിൻവലിച്ചിരിക്കുകയാണ്. ഇനി ബാക്കി കൂടെ കേൾക്കട്ടെ. ഇല്ലെങ്കിൽ ഇതിവിടെ നടക്കൂല. ഇതറിയാം. ഇവിടെ നാട്ടുകാർ ശക്തമാണ്. ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. ഇതെല്ലാം അവർക്കറിയാം. പക്ഷെ ഇത് പാർട്ടിയുടെ നല്ല സ്വാധീനത്തിലാണ് പുള്ളി ഇത് വന്ന് ചെയ്തിരിക്കുന്നത്. പുള്ളി ഇത് ഈ കാവ് മാത്രമല്ല, പുള്ളി ഈ ചെറിയ ഉണ്ണി സ്ഥലത്തെന്ന് പറയുന്ന പല വസ്തുക്കളും കയ്യേറി. ഇപ്പൊ ചെറിയ ചുണ്ണി സ്ഥലമോ? അതെന്തൊരു സ്ഥലം? ഞാൻ നല്ലപ്പോഴാക്കുന്നു. ഒന്നുകൂടി നോക്കട്ടെ. ചെറിയ ചുണ്ണി സ്ഥലമോ? ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. ഇതെല്ലാം അവർക്കറിയാം. പക്ഷെ ഇത് പാർട്ടിയുടെ നല്ല സ്വാധീനത്തിലാണ് പുള്ളി ഇത് വന്ന് ചെയ്തിരിക്കുന്നത്. പുള്ളി ഇത് ഈ കാവ് മാത്രമല്ല, പുള്ളി ഈ ചെറിയ ഉണ്ണി സ്ഥലത്തെന്ന് പറയുന്ന പല വസ്തുക്കളും കയ്യേറി. ഇപ്പൊ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ വാട്സപ്പ് വഴിയും ഇതെല്ലാം ഞങ്ങൾ വെളിയിൽ വിട്ടപ്പോഴാണ് ഓരോരുത്തർ അവിടെയും പ്രശ്നമാണ്. പുള്ളി അവിടെയും പല വസ്തുക്കളും കയ്യേറി. അതേപോലെ ഈ വഴയില് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. എന്നാലും പുള്ളി ഇത് എന്താ ഈ കാണിക്കുന്നത്? പുള്ളി ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ പുള്ളി ജീവിക്കുന്നത്? എന്താ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമോ? 85 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ 1.25 ഏക്കർ സ്ഥലം ആക്കി. അപ്പൊ അവിടെയും ഇതേപോലെ കേസായി നാട്ടുകാരിടപെട്ട് പുള്ളി അവിടെ നോട്ടിച്ചിട്ടുണ്ട്. CPM-കാരൻ എന്ന ലേബൽ ക്ഷേത്രങ്ങൾ തകർക്കാനും നിരീശ്വരവാദം പ്രചരിപ്പിക്കാനും
ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലുകൾ കയ്യേറാനുമുള്ള ലേബലാണോ എന്ന ചോദ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. നമ്മൾ കാണുന്ന പ്രശ്നങ്ങളിൽ അധികവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലുള്ളവരും ഇത്തരം പ്രശ്നക്കാരാണ്, ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ട് എന്നത് തള്ളിക്കളയുന്നില്ല. എന്നാലും മെജോറിറ്റി ആയിട്ട് ഇത്തരം ക്ഷേത്ര സംരക്ഷണവുമായി അല്ലെങ്കിൽ ക്ഷേത്രം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഭൂമി കയ്യേറുന്ന പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങളിലെല്ലാം കൂടുതൽ ഭാഗഭാക്കാവുന്നത് ഈ ഒരു രാഷ്ട്രീയത്തിൽ, ഇടത് രാഷ്ട്രീയത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഹിന്ദുവിനെ തകർക്കാൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ സംഘടന എന്നത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നത്. എന്തായാലും ഈ നാട്ടുകാരുടെ ഈ പ്രശ്നം, അവർ കാലാകാലങ്ങളെ അവരുടെ കാരണവന്മാർ ആരാധിച്ചു പോകുന്ന ഈ മൂർത്തി അവർക്കൂടെ തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി ഏതറ്റം വരെയും അവർ പോകും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ്. ഇതുപോലെയുള്ള പുരാതനമായ പല ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ കാവുകളും ഒക്കെ നശിപ്പിച്ച് അവിടെ കയ്യേറുക എന്ന CPM-ന്റെ ഈ അധമ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കാൻ പാടുള്ളതല്ല. അത് സംഭവം ശരിയാണ്, പാടുള്ളതല്ല. പക്ഷേ എന്നാലും പേരുകൂടി വെളിപ്പെടുത്താമായിരുന്നു, ഒരു ആകാംക്ഷ. സർപ്പക്കാവുകൾ ഹിന്ദുവിൻ്റേത് മാത്രമാണ് എന്ന്, അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് അതിന്റെ പിന്നിൽ ആരാധനയിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഈ നാട്ടിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും വരുന്ന ഒരു കാവാണ്, എല്ലാ ആയില്യത്തിനും പൂജയ്ക്ക് കൊടുക്കുന്ന ഒരു കാവാണ്. ഒരു യുവാവ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, കാര്യം അന്യമതസ്ഥനായതും. എന്തുവാടേ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്തുകൊണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ തന്നെ ഈ ഇത്രയും കുറ്റം ചെയ്ത ആളുകളുടെ പേര് പോലും നിങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിങ്ങൾ തൊട്ടടുത്ത ഒരു അന്യമതസ്ഥനായ ഒരു യുവാവ്, അതായത് ഈ ഒരു കാവിൽ ഹിന്ദുക്കൾ മാത്രമല്ല സർപ്പങ്ങളെ ആരാധിക്കുന്നത്, അതായത് മറ്റൊരു അന്യമതസ്ഥനായ, എനിക്ക് ഒന്ന് മുസ്ലിം യുവാവാണെന്ന് തോന്നുന്നു, യുവാവ് കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് മുഖമൊക്കെ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു കൊടുംപാതകം ചെയ്ത ആ ഒരു പാർട്ടിയുടെ പോലും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ എന്ത് ധരിക്കാനാണ് ഇങ്ങനെ ഈ ഒരു മൈക്കും കെട്ടിത്തൂക്കി ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറയണമെങ്കിൽ നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ടൊക്കെ ഒരുപക്ഷെ പലതും നമുക്ക് പേടിച്ചിട്ടൊക്കെ ചിലപ്പോൾ പേരൊക്കെ വെളിപ്പെടുത്താൻ ചിലപ്പോൾ നമ്മൾ മടിക്കുമായിരിക്കും. പക്ഷേ അതുപോലെയാണോ കർമ്മ ന്യൂസ് പോലെയുള്ള ഒരു ന്യൂസ് ചാനലിൻ്റെ അവതാരിക വന്നിട്ട് പേര് വെളിപ്പെടുത്താൻ ഭയന്നിട്ട് പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത് വളരെ മോശമായി പോകുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് ഇത്ര ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് മൈക്കും തൂക്കിയിട്ടുണ്ട് കിടക്കുന്നത്? അതുമാത്രമല്ല, അവിടെ വന്ന ചെറുപ്പക്കാരന്മാർ കുറേ പേരുണ്ട്, അവരെല്ലാം പുള്ളിയടിച്ച് വെച്ചിരിക്കുകയാണ് എന്നല്ലാതെ ഈ ഒരു ആളിൻ്റെ പേര് ഒരിക്കൽ പോലും ആവർത്തിക്കുന്നില്ല. വ്യക്തി, പുള്ളി, അതെന്തുകൊണ്ടോ അങ്ങനെ, അത് മനസ്സിലാവുന്നില്ലല്ലോ. തന്നെ ഒരു പക്ഷേ സ്വന്തം മതത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു യുവാവിനെ ഞങ്ങളിവിടെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അനുഭവം എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നതെന്നും പൂജയ്ക്ക് കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. പറയൂ, എന്താണ് ഈ നാഗത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നത്? കാരണം എല്ലാ മതത്തിലും നാഗവുമായി ബന്ധമുണ്ട്. അപ്പൊ നാഗത്തിന് ഇവിടെ ആയില്യം നടക്കുമ്പോൾ ഒരു അർച്ചനയ്ക്ക് ഒരു പൂജയ്ക്ക് ഞങ്ങൾ എല്ലാ ആയില്യം ഇവിടെ വന്നതിന് ശേഷം കൊടുക്കാറുണ്ട്. അത് പോയി ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അപ്പൊ ഇങ്ങനെ ന്യൂസ് ചാനൽ വന്നെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. അത് കേട്ടപ്പോ വിഷമം തോന്നി? ഉറപ്പായിട്ടുണ്ട്. അതായത് ഇപ്പം പള്ളികളായാലും അമ്പലങ്ങളായാലും എല്ലാം സംരക്ഷിക്കപ്പെടാൻ തന്നെ വേണം. അത് അവരുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസം ആർക്കും അടിച്ചേൽപ്പിക്കാനും പറ്റില്ല. കാരണം ഇത് പോകുമ്പോൾ ഇപ്പൊ പള്ളികൾ പോയാലും അമ്പലം പോയാലും അവരവർക്ക് വിഷമം ഉണ്ടാകും. ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു മതവും മറ്റൊരു മതത്തെക്കാൾ മുകളിലുമല്ല കീഴിലുമല്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ വീണ്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഹിന്ദുവിന് ശത്രു ഹിന്ദു തന്നെയാണ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും എല്ലാ ആയില്യം ദിവസവും മുടങ്ങാതെ പൂജ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായില്ലേ, ഈ ചെയ്ത പുള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എത്ര കറക്റ്റായിരിക്കുന്നു എന്ന് നോക്കൂ സഹോദരങ്ങളെ. ഹിന്ദുവിന് ശത്രു ഹിന്ദു തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു പാതകം ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ല, ഹിന്ദു തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാതകം ചെയ്തയാൾ ഒരു കോയയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരാളായിരുന്നുവെങ്കിലുണ്ടല്ലോ എപ്പോഴേ ഇവരങ്ങ് ഇറക്കുമതി ചെയ്താനേന്നറിയാമോ? ഏതെല്ലാം ചാനലിൽ അതൊക്കെ വന്നാനേന്നറിയാമോ? മദ്രസ പൊട്ടന്മാരെന്നും വിളിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവരുടെയൊക്കെ എൻ്റെ പൊന്നെ, വല്ലാത്തൊരു സ്പിരിറ്റായി പോയാനെങ്കിൽ പിന്നെ. അപ്പോൾ ഹിന്ദു ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാച്ചി പേരൊന്നും പറയാതെ തന്നെ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് കുപ്പിയിലാക്കി സംസാരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ചേട്ടന്മാരും പുള്ളി എന്ന് പറഞ്ഞ് വള്ളിയും പുള്ളിയൊക്കെ ഇട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ആരാണെങ്കിലും നാഗങ്ങളെന്നല്ല,
ഒരു ആരാധനാമൂർത്തിയെയും കടന്നാക്രമിക്കുന്നത് ശരിയല്ല. മനുഷ്യരോട് കളിക്കുന്ന കണക്കല്ല. ദൈവങ്ങളോട് കളിച്ച് കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും പണി കിട്ടും. ആ ഒരു കാര്യത്തെ തർക്കം വേണ്ട. പ്രത്യേകിച്ച് നാഗങ്ങളെ. സർപ്പശാപം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊരിക്കലും 7 തലമുറ തീർത്താലും തീരാത്തതാണ് സർപ്പശാപം എന്നൊരു പഴഞ്ചൊല്ല് പോലും ഉണ്ട്. അപ്പോൾ എന്തായാലും തെറ്റ് ചെയ്തവൻ, ഉപ്പ് തിന്നവൻ എപ്പോഴായാലും വെള്ളം കുടിച്ചേ പറ്റൂ. ഈ ഒരു പാപം ആരാണ് ചെയ്തതെങ്കിലും, അതും ആ ഒരു വിഗ്രഹങ്ങളൊക്കെ അവിടെ നിന്ന് എങ്ങനെ അതിൽ ടച്ച് ചെയ്യാം, ഒന്ന് തൊടാൻ അതിലെങ്ങനെ ഭയമില്ലാതെ ആ നാഗർക്കുള്ള വിഗ്രഹങ്ങളിൽ തൊടാൻ സാധിച്ചു എന്ന് വെച്ചാൽ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും വിനാശകാലേ വിപരീത ബുദ്ധി. ഇത് ചെയ്തവൻ ആരായാലും ഇനിയിപ്പോൾ സംസാരത്തിൽ ഈ ഒരു വർത്തമാനകാലത്തിൽ അവൻ എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും നാഗങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും മക്കളെ. ആരാണ് ചെയ്താലും പണി കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ. അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. ഓർത്ത് വെച്ചോളൂ. നിങ്ങളുടെ 7 തലമുറ കൊണ്ടിട്ട് അതിൻ്റെ ശാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അതേ ഇത് കഴുത്തിലിട്ടിട്ടല്ലേ ഞാൻ പറയുന്നത്. കാരണം അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. പിന്നീട് ഞാൻ ആദ്യം കുറച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു സർപ്രൈസൊക്കെ തരാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി. അത് ഒരു ഫണ്ണി ആയിട്ട് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബായ്.